ഹായ്. അപ്പോൾ MSW032 സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മെർട്ടൺസ് സ്ട്രെയിൻ തിയറി 5 മോഡ്സ് ഓഫ് അഡാപ്റ്റേഷൻ. അഗെയിൻ 20 മാർക്കിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ സബ്ജക്റ്റിന് എല്ലാ ക്വസ്റ്റ്യനും 20 മാർക്കിനാണ് കേട്ടോ. അപ്പോൾ മെർട്ടൺസ് സ്ട്രെയിൻ തിയറി എന്തിൻ്റെ പറ്റിയുള്ള സ്ട്രെയിനിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് രീതിയുണ്ട് ആ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്. അപ്പം അതിലൊരാളായി തീരാൻ വേണ്ടി ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സായിട്ടുള്ള ഓരോരുത്തരും സ്ട്രെയിനിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒരു സൊസൈറ്റിയിലാണെന്ന് പറഞ്ഞാൽ പോലും പലർക്കും പല സാഹചര്യങ്ങളായിരിക്കും ഉള്ളത്. അവരുടെ സാമ്പത്തിക സ്ഥിതികൾ വേറെ ആയിരിക്കും, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് വേറെ ആയിരിക്കും, അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും വ്യത്യാസമായിരിക്കും. പക്ഷേ ആ സൊസൈറ്റി പറയുന്ന ഇൻഡസ്ട്രിയലൈസ്ഡ് രീതി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് രീതിയിൽ ഒരു ഗോളേ ഉള്ളൂ. ഇവർക്കെല്ലാം അച്ചീവ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യുക, അത്രയും ഒരു സാലറി, എക്കണോമിക് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഗോളായിരിക്കും. ആ ഗോളിലോട്ട് പലരും സഞ്ചരിച്ചു തുടങ്ങുന്ന സ്ഥലം വ്യത്യസ്തമായിരിക്കും. കാരണം ചിലർക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്, അപ്പോൾ അവർക്ക് ആ ഗോളിലേക്ക് എത്താൻ കുറച്ചും കൂടെ എളുപ്പമാണ്. കുറച്ച് പേർക്ക് ഹെൽത്ത് വൈസ് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, എക്കണോമി വൈസ് അത്രയും പ്രശ്നങ്ങളായിരിക്കും. അവർക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ കുറച്ചും കൂടെ പ്രയാസപ്പെടേണ്ടതായിട്ട് വരും. അങ്ങനെ പലരും ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്ട്രെയിൻ വേറെ വേറെയാണ്. ആ സ്ട്രെയിനാണ് ഈ മെർട്ടൺസ് സ്ട്രെയിൻ തിയറിയിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് 5 മോഡ്സ് ഓഫ് അഡാപ്റ്റേഷനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു സൊസൈറ്റി ഇങ്ങനെയൊക്കെയാണ്, ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിലോട്ട് അഡാപ്റ്റ് ചെയ്ത് പോവുക എന്നുള്ള രീതികളാണ് 5 എണ്ണം. ഓക്കെ, കൺഫോർമിറ്റി, ഇന്നവേഷൻ, റെബല്യൻ, റിട്രീറ്റിസം, റിച്വലിസം. ഇങ്ങനെയാണ് 5 എണ്ണം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഡർക്കെയും ഈ മെർട്ടൺസ് സ്ട്രെയിൻ തിയറിയിൽ അനോമി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡർക്കെയിം എന്ന് പറയുന്ന ആളാണ് ഈ വാക്ക് കൊണ്ടുവന്നത്. എന്താണ് അനോമി? അനോമി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗോള് എല്ലാവരും അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു സൊസൈറ്റി ഇരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു സൊസൈറ്റിക്ക് എത്രത്തോളം എബിലിറ്റി ഉണ്ട്, കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതിനെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണുന്നതിനെയാണ് അനോമി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊസൈറ്റി എന്ത് ചെയ്യണം? എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും ആവശ്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കണം. എല്ലാ ഇൻഡിവിജ്വലിൻ്റെ ആവശ്യങ്ങൾ ആ സൊസൈറ്റി നടപ്പാക്കണം. അതിനെയാണ് അനോമി എന്ന് പറയുന്നത്. അപ്പോൾ ഡർക്കെയിം അനലൈസ്ഡ് അനോമി ആസ് എ ബ്രേക്ക് ഡൗൺ ഇൻ ദ എബിലിറ്റി ഓഫ് സൊസൈറ്റി. അതായത് ആ സൊസൈറ്റിക്കുള്ള കഴിവിനെ നമ്മളിങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണുകയാണ്. ഓരോരോ എത്രത്തോളം അത് ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ വിവരിച്ച് കാണുന്നതിനാണ് എന്താണ് ടു റെഗുലേറ്റ് ദ നാച്ചുറൽ അപ്പറ്റൈറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പാണ്. പക്ഷെ എന്തിനുള്ളതാണ്? അയാളുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ആവേശം അല്ലെങ്കിൽ വിശപ്പിനെയാണ് അപ്പറ്റൈറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അനോമി ആസ് എ ബ്രേക്ക് ഡൗൺ ഇൻ ദ എബിലിറ്റി ഓഫ് സൊസൈറ്റി ടു റെഗുലേറ്റ് ദ നാച്ചുറൽ അപ്പറ്റൈറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ്. മെർട്ടന്റെ വർഷം 1938 കേട്ടോ. 1938 argued that all appetites need not be natural but originate from culture, social structure, pressure to engage in non-conformist conduct, etc. അപ്പം എന്താണ് 1938 മെർട്ടൺ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന സ്ട്രെയിൻ തിയറിയെ പറ്റി. ഒരാളുടെ അപ്പറ്റൈറ്റ്, അയാളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നാച്ചുറലായിട്ട് അയാൾക്ക് ഉണ്ടാവുന്നതല്ല. ഇങ്ങനെയാണ് അയാളൊരു പർട്ടിക്കുലർ കൾച്ചർ, അയാളുടെ ആ സൊസൈറ്റിയുടെ സ്ട്രക്ചർ, ഇതൊക്കെയാണ് അയാൾക്ക് എന്ത് തരം അപ്പറ്റൈറ്റ് ആണ് എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, പ്രഷർ ടു എൻഗേജ് ഇൻ നോൺ കൺഫോർമിറ്റി കണ്ടക്ട്. All members can't achieve the goals. Institutionalized means thus some intrinsic satisfaction for participation in culture is mandatory. അതായത്
ആ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് പറയുന്ന ആ ഗോൾ അച്ചീവ് ചെയ്യാൻ എല്ലാവർക്കും ഒന്നും പറ്റണമെന്നില്ല. അപ്പോൾ ആ പാർട്ടിസിപ്പേഷൻ വഴി അവർക്ക് കുറച്ച് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് സാറ്റിസ്ഫാക്ഷനെങ്കിലും കിട്ടണം, ഒരു ഇൻട്രിൻസിക് സാറ്റിസ്ഫാക്ഷനെങ്കിലും കിട്ടണം. അത് ആരാണ്, മെർട്ടൻസ് ആണ് പറഞ്ഞത്. ഗോൾ അച്ചീവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റാത്തതുകൊണ്ട്. ഓക്കെ, സ്ട്രെയിൻ ഓൺ കൾച്ചർ വാല്യൂസ് അറൈസ് ബിക്കോസ് disappropriate emphasis on achievement of goal and maintaining the same. അപ്പോൾ എന്താണ്, ഭയങ്കര ഒരു എംഫസൈസ് ആണ് കൊടുത്തേക്കുന്നത്. ആ ഗോൾ അച്ചീവ് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സ്ട്രെയിൻ ഉണ്ട്. ഒരു പർട്ടിക്കുലർ വെൽത്ത് ആയിരിക്കാം, ഒരു സ്റ്റാറ്റസ് ആയിരിക്കാം. ഓക്കെ, അത് അച്ചീവ് ചെയ്താലും പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതൊരു സ്ട്രെയിൻ ആണ്. ഓക്കെ, അടുത്തത് എന്താണ്, സോഷ്യൽ സ്ട്രക്ചർ ഈസ് നോട്ട് സെയിം ഫോർ ഓൾ മെമ്പേഴ്സ്, ദാസ് ലിമിറ്റ്സ് പോസിബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് വിതിൻ ഗ്രൂപ്പ്സ് ടു അച്ചീവ് ഗോൾസ് ബൈ ഇൻഡസ്ട്രിയലൈസ്ഡ് മീൻസ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽഡ് വഴി ലീഗലായിട്ട് അവർ എന്ത് ചെയ്യാം, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പലരും എടുക്കേണ്ടത് പല എഫേർട്സ് ആണ്. അപ്പോൾ അത് തന്നെ ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ തന്നെ അവർക്ക് എന്ത് ചെയ്യും, ഒരു സ്ട്രെയിൻ ഉണ്ടാക്കി കൊടുക്കും. അതാണ് മെർട്ടൻസ് സ്ട്രെയിൻ തിയറി പറയുന്നത്. 5 മോഡ്സ് ഓഫ് അഡാപ്റ്റേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ട്രെയിനിനോട് അവർ അഡാപ്റ്റ് ചെയ്യുന്നത്? 5 രീതിയിലാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തത് കൺഫോർമിറ്റി. കൺഫോർമിറ്റി എന്നാണ് പറയുന്നത്, ആ സൊസൈറ്റിയിൽ ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് മീൻസ് പറയുന്നുണ്ടല്ലോ, ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ആ പറഞ്ഞിരിക്കുന്ന പരമ്പരാഗത വഴി തന്നെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് കൺഫോർമിറ്റി എന്ന് പറയുന്നത്. ഇനി ഇന്നവേഷൻ. എന്താ കൺഫോർമിറ്റി? മോസ്റ്റ് കോമൺ മോഡ് ഇൻ വിച്ച് പീപ്പിൾ ഒബ്റ്റെയിൻ സക്സസ് ബൈ മോസ്റ്റ് പ്യുവർ കൺവെൻഷണൽ മീൻസ്. പ്യുവർ ആയിട്ടുള്ള കൺവെൻഷണൽ മീൻസ് വഴി തന്നെ അച്ചീവ് ചെയ്യുന്നതിനാണ് കൺഫോർമിറ്റി എന്ന് പറയുന്നത്. ഇന്നോവേഷൻ എന്താണ്? ആ പ്യുവർ കൺവെൻഷണൽ അല്ല, അവർ കുറച്ച് ഇല്ലീഗലായുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടായാലും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവരുടേതായിട്ടുള്ള ഇന്നോവേഷൻസ് അതിനകത്ത് ഉൾക്കൊള്ളിക്കും. അതാണ് ഇന്നോവേഷൻ. ഒബ്റ്റെയിൻ സക്സസ് ബൈ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ഇല്ലീഗൽ ഗോൾസ് അവൈലബിൾ ടു ദം ഇൻ പ്ലേസ് ഓഫ് ലെസ് promising conventional means in order to attain success. ഓക്കെ, അടുത്തത് റിബല്യൻ. ഈ കൂട്ടർ എന്താണ് വിചാരിക്കുന്നത്, ഇവരുടെ ഗോളൊക്കെ എന്തൊരു ഗോളാണ്, ഇതൊന്നും ഒരു ഗോളേ അല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ മൊത്തത്തിൽ എതിർത്ത് അവരുടെ ഗോൾ എക്സിസ്റ്റ് ചെയ്യാത്ത പോലെ ജീവിക്കുന്നവരാണ് എന്ത്, റെബല്യൻ. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിസ്ബിലീവ് ദാറ്റ് ഓൾ ഇൻ സൊസൈറ്റി can't achieve success and have loomed into a rebellious state. No trust in valued cultural ends or legitimate societal means to reach success. അവർ ഒരു സക്സസ്സിലേക്ക് എത്തിക്കുന്ന ആ രീതിയൊന്നും അവർ ഫോളോ ചെയ്യത്തില്ല, അതിലവർക്കൊന്നും വിശ്വാസവും ഇല്ല. എന്നിട്ട് അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യും? ഇറാഷണൽ ഒബ്ജക്റ്റീവ്സ് വെച്ച് റീപ്ലേസ് ചെയ്യും, ടു ഇൻക്ലൂഡ് ദ വയലന്റ് ഓവർത്രോ ഓഫ് ദ സിസ്റ്റം ഓൾടുഗെദർ. അടുത്തത് റിട്രീറ്റിസം. റിട്രീറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പിൻവാങ്ങൽ. ഇപ്പോൾ ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി കുറേയൊക്കെ ശ്രമിച്ചു, പക്ഷെ അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ പിൻവാങ്ങുന്നതിനെയാണ് റിട്രീറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എസ്കേപ്പിസ്റ്റ് റെസ്പോൺസ് ആണ് അല്ലേ, ഇൻ വിച്ച് റെപ്രസ്ഡ് ഫ്രം സൊസൈറ്റി സച്ച് ആസ് ആൽക്കഹോളിക്സ്, ഡ്രഗ് അഡിക്ട്സ്, വാഗ്രൻസ്. അപ്പം ഡ്രഗ് അഡിക്ട്സ്, ആൽക്കഹോളിക്സ് അങ്ങനെയുള്ള പ്രശ്നമുള്ളവരാണ് ആദ്യം റിട്രീറ്റ് ചെയ്യുന്നത്. പിന്നീട് ഗോള് കഷ്ടപ്പെട്ട് നേടാൻ ശ്രമിച്ചിട്ടും കിട്ടാതിരിക്കുന്നവർ എന്ത് ചെയ്യും? ലാസ്റ്റ് റിട്രീറ്റ് ചെയ്യും. Mentally challenged, and some becomes dropouts of society by giving up all goals and efforts to achieve success, as it is viewed as impractical, impossible, almost imaginary and irrational possibility. റിച്വലിസം എന്താണ്? അവർക്ക് ഫൈനൽ ഗോളിലേക്ക് അവർ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, ഒരു പടി ഉയരാൻ തന്നെ അവരുടെ ലൈഫ് ടൈം എഫേർട്ട് അവർ കൊടുത്തു. അതുകൊണ്ട് എന്താണ്, അവരുള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. അതാണ് റിച്വലിസം. The final mode in which urban lover, socio-economic populace or disadvantaged minorities or likely concentrate on retaining their little possession, ഉള്ളത് നിലനിർത്തും, than on gaining more, കൂടുതൽ ഗെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും. As they give lifetime effort for a little progress towards goal. ഇപ്പോൾ ഗോളിലേക്ക് എത്താൻ വേണ്ടി ഒരു ചെറിയ പ്രോഗ്രസ് ഉണ്ടാക്കണമെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യണം, ഒരു ലൈഫ് ടൈം എഫേർട്ട് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അവർ അവരുടെ കയ്യിലുള്ള ലിറ്റിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നത്. അത്രയാണ് മെർട്ടൻസ് സ്ട്രെയിൻ തിയറിയും അതിൻ്റെ 5 മോഡ്സ് ഓഫ് അഡാപ്റ്റേഷനും. ഈ ചോദ്യം വരുവാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ക്ലിയർ നോട്ട്സ് ആണ് മെർട്ടൻസ് സ്ട്രെയിൻ തിയറി, അതിൻ്റെ 5 മോഡ്സ് ഓഫ് അഡാപ്റ്റേഷൻ ആണ് ക്വസ്റ്റ്യൻ.
സ്ട്രെയിൻ തിയറിയെ പറ്റിയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. 1938 വന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതാണ് സ്ട്രെയിൻ എന്താണ് അതിൻ്റെ പോയിന്റ്സ് ആണ്. ഓക്കെ, ഇത് മെർട്ടൺസിൻ്റെ 5 മോഡ്സ് ഓഫ് അഡാപ്റ്റേഷൻ ആണ്. അതിലെ 2 എണ്ണമാണ് കൺഫോർമിറ്റി, ഇന്നവേഷൻ. ഓക്കെ, അടുത്ത 2 എണ്ണമാണ് റെബല്യൻ, റിട്രീറ്റിസം. ഇത് ലാസ്റ്റ് വണ്ണാണ് റിച്വലിസം. ഓക്കെ, ഇതിനൊരു സെൻറ്റൻസും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് ലൈഫ് ടൈം എഫേർട്സ് ഫോർ എ ലിറ്റിൽ പ്രോഗ്രസ് ടുവേർഡ്സ് ഗോൾസ്. അടുത്തത് തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ് എന്നുള്ള ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ഞാൻ ആദ്യം എഴുതിയത് തെറ്റിപ്പോയി, അതുകൊണ്ടാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.